യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആ മനോഹരമായിരിക്കുന്ന വാസസ്ഥലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ എന്താണ് നാളെ മരിച്ചു പോകുന്ന നമ്മളും, ഈ ഭൂമിയിൽ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭൂമി ഉലുക്കം വന്നാൽ മണ്ണോട് ചേരുന്ന ഒരു വീടിന് വേണ്ടി നമ്മൾ ആയുസ് മുഴുവൻ എന്താണ് ചെലവഴിക്കുകയാണ്. അവസാനം മരിക്കുമ്പോൾ വീട് പണിഞ്ഞതിന്റെ കടം വീട്ടുവാൻ കഴിയാതെ നിസ്സഹായരായിട്ട് നമ്മൾ മണ്ണിലേക്ക് അമർന്നു പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ട 50, 60, 70 വർഷം മാത്രമുള്ള ഈ ജീവിതത്തില് ഒരു ഭവനം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുവെങ്കിൽ എത്ര കോടി വർഷം കഴിഞ്ഞാലും കോടി എന്നൊരു കാര്യം അവിടില്ല. നിത്യമായിരിക്കുന്ന ഒരു വാസസ്ഥലം നമുക്ക് വേണ്ടി സൗജന്യമായിട്ട് ദൈവം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓമന പേർ ചൊല്ലി അവനെന്താണ് കാത്തിരിക്കാണ്. കുഞ്ഞെ, ഇവിടെ കയറി വരിക, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിന്റെ ഭവനം കൈവശമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ നോ എന്ന് പറയുന്നു. അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളെ, നിങ്ങൾ നോ എന്ന് പറയുന്നു. മറ്റ് ജാതി മത്സരം പറയുന്നു, ഞങ്ങൾക്കിത് വേണ്ട. ഈ ഭൂമിയിലെ കഷ്ടപ്പാടിനപ്പുറം എരിയുന്ന തീയിലേക്ക് പോകുവാന് സാത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് നശിപ്പിച്ച് വലിച്ചെഴിച്ചു കൊണ്ടുപോകുമ്പോൾ ആ സാത്താന്റെ കരങ്ങൾ നിങ്ങളെ വീണ്ടെടുക്കുവാൻ അത്രേ ഞങ്ങൾ സുവിശേഷമായിട്ട് വരുന്നത്.